ചോപ്പ് മതി. ചോപ്പിനെ ഫ്രീക്വൻസി കൂടുതലുള്ളൂ. അത് ഫ്രീക്വൻസി കൂടുതലേ ചോപ്പിന്. അല്ല, കടും നീലക്കാണ് ഫ്രീക്വൻസി കൂടുതൽ. അയ്യേ, ചോപ്പിനാണെന്ന് ഇത്രയും കാലമായിട്ട് അറിയത്തില്ല. എസ് ഐ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ അറിയത്തില്ല. അയ്യേ, ഈ ചുമപ്പ് അടിച്ചിട്ട് അതിന് മേലെ ചുമന്ന ഡ്രസ്സും ഒക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാനാ? ആരും ശ്രദ്ധിക്കാൻ വേണ്ടിട്ടില്ല. അതൊരു കോർഡിനേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അല്ല, നീലയുടെ കൂടെ ചുമപ്പ് നിന്ന് കഴിഞ്ഞാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഈ ചോപ്പ് നീല ഇതെന്തോ ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ. അല്ല, നീല ചുമപ്പ് തന്നെയാ കോമ്പിനേഷൻ. ചോപ്പും ചോപ്പും മതി, അതാ നല്ലത്. ഒരു കളർ സെൻസ് ഇല്ലാണ്ട് ഇറങ്ങിയേക്കുവാ. കളർ സെൻസ് ഇല്ലെന്നോ? ആർക്കാ കളർ സെൻസ് ഇല്ലാത്ത? ഒന്നും മിണ്ടാതിരിക്കാവോ? എന്റെ കഷ്ടകാലത്തിന് ഏത് കളർ അടിക്കണമെന്നും ചോദിച്ചു. എന്ത് അളിയാ? എന്ത് കാര്യം? അളിയനൊന്നും അറിഞ്ഞില്ലയോ? ഇല്ല. എന്ത്? ഒന്നുമില്ല. പിന്നെ എന്ത് വേളം കേട്ടെ? ഇവിടെ വേളം കേട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കളരിപ്പരയ്ക്ക് പെയിന്റ് അടിക്കുന്ന കാര്യം ഞാൻ അളിയനോട് പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞിട്ട് അത് ഏത് കളർ വേണമെന്ന് എന്റെ കഷ്ടകാലത്തിന് ഇതുങ്ങളോട് ഞാൻ ചോദിച്ചു എളിയാ. അപ്പൊ തുടങ്ങിയതാ അവിടെ. ഇത്രേ ഉള്ള ഈ നിസ്സാര കാര്യത്തിനാണ് ഇവിടെ കിടന്ന് ബഹളം. നിസ്സാര കാര്യോ? എന്റെ വീട്ടിലെ എന്റെ വാക്കിന് വിലയില്ലേ? വിലയില്ലേ? അല്ല, നാത്തുവിന് വിലയില്ലാത്തതല്ല, നാത്തുവിന് കളർ സെൻസ് ഇല്ല എന്നുള്ളത് സമ്മതിച്ചു തന്നേ. അല്ല, അതൊന്നും സമ്മതിച്ചു. അതങ്ങനെ സംഭവിച്ചവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്റെ വീട്ടില് എന്റെ ചേട്ടന്റെ തറയ്ക്ക് എന്ത് കളർ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അവകാശമാണ്. മണിക്കുട്ട ഒരു അഭിപ്രായം ചോദിച്ചിട്ട് നീ ഇങ്ങനെ തുള്ളണോ? അതെ, അതിനുള്ള അവകാശം പോലും എനിക്കില്ലേ. മണിക്കുട്ടൻ ചേട്ടനും രവിയേട്ടനും ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഇന്നലെ വരെ മണിക്കുട്ടൻ ചേട്ടന്റെ ജീവൻ എന്ന് പറയുന്നത് ഞാനായിരുന്നു, അല്ലേ? ചേട്ടന്റെ പുന്നാരപ്പെങ്ങൾ ഞാനല്ലേ? അങ്ങനല്ലയോ? രവിയേട്ടനാണെങ്കിൽ പിന്നെ എന്നെ വേണ്ട. ഞാനിവിടെ ഉള്ളതായിട്ട് കണ്ട ഭാവം പോലും ഇല്ല. അത് സത്യം. മണിക്കൂടാ ചുമ്മാ ഇരിക്കണം കേട്ടോ. മണി ഇവിടെ മറ്റുള്ളവരുടെ സൗന്ദര്യം സംരക്ഷിക്കാനായിട്ട് നാടൻ പാല്, കുങ്കുമപ്പൂവ്, പിന്നെ മുഖം വെളുക്കാനായിട്ട് ഫേഷ്യല്, നമ്മളെ ആണെങ്കിൽ വല്ല പാക്കറ്റ് പാലും തന്നിട്ട് ഒതുക്കി ഇട്ടേക്കാണ്. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ വയ്യ. നമ്മുടെ വാക്കിനൊരു വിലയില്ല, നമ്മുടെ സൗന്ദര്യവും വേണ്ട, നമ്മളെ പറ്റി ഒരു അന്വേഷണവും ഇല്ല. പറയാൻ വയ്യ. ഇങ്ങനൊന്നും ആകരുത് ഒരിക്കലും. ഭാര്യമാരോട് ഇങ്ങനെ പെരുമാറും. മണിക്കൂട്ടാ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകില്ലേട്ടാ. കരഞ്ഞുണ്ടാകാൻ പോയത്. ഈ നാത്തുന് എന്തിനാ ഇങ്ങനത്തെ സംസാരമൊക്കെ സംസാരിച്ചിട്ട് പോകുന്നേ? ഒന്നുമില്ലല്ലോ, ഞാനൊരു SI അല്ലേ. അവിടെ ഇവിടെ കുത്തി സംസാരിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, അവള് വിഷമിച്ചിട്ടാ പോയത്. ഞാൻ പോട്ടെ. രവിയേട്ടാ, ആ മുഖത്ത് കുന്ത്രണം കഴുകി കളഞ്ഞിട്ട് പോകും. അതിന്റെ കാര്യമൊന്നുമില്ല അളിയാ. അത് അവിടെ ഇരിക്കുന്ന അളിയന്റെ ഒരു ഭംഗിയാ. കഴിയണോ? അല്ല, അത്രയും ഭാഗത്ത് വൃത്തിയോട് മാറുമല്ലോ. അളിയൻ ചെല്ലും, കഴുകിട്ട് പോ, അല്ലെങ്കിൽ അമ്മേത് കിട്ടും. ആണല്ലേ? അതെ, ഞാൻ കഴിയിട്ട് പോവാം. മണി എന്നോടൊന്നും മിണ്ടണ്ടപ്പോ. മിണ്ടണ്ടേ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ചു നേരത്തേക്ക് ആംഗ്യ ഭാഷയിൽ സംസാരിക്കാം. ഞാൻ ചിരിക്കണോ? ചിരിക്കണോ കരയണോ എന്നുള്ള അവനവന്റെ ഇഷ്ടമാണ്. കരഞ്ഞോണ്ടിരിക്കുന്നതിനിടയില് ചിരിക്കണ പോലെ അഭിനയിച്ച് കഴിഞ്ഞാൽ ചിരിച്ചതിന്റെ എഫക്ട് കിട്ടുമോ? എന്തോന്ന് മണിക്കുട്ടി, എന്ത് പ്രശ്നം? എന്ത് രവിയേട്ട എന്തെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ എന്ത് ചെയ്താലും ആദ്യം എന്റെ കുറ്റം പറയും, അല്ലേ? എപ്പോഴും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എടി, ഇപ്പൊ ഇവിടെ എന്ത് പറ്റി? നിങ്ങളൊരു കാര്യം പറ, എനിക്ക് സൗന്ദര്യം ഉണ്ടോ? സൗന്ദര്യം എനിക്ക് ഇപ്പൊ അറിയണം. എനിക്കാണോ ശ്രീകുട്ടിക്കാണോ ഇവിടെ കൂടുതൽ സൗന്ദര്യം? എനിക്കല്ല, ശ്രീകുട്ടിക്കാണ് സൗന്ദര്യം എങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലോഡ് കുങ്കുമപ്പൂ ഇവിടെ ഇറക്കണം. ഒരു ലോഡ് കുങ്കുമപ്പൂ? അതിനൊക്കെ എത്ര രൂപയാവുന്ന അറിയുമോ? അതായത് എനിക്ക് ശ്രീകുട്ടിയുടെ അത്ര സൗന്ദര്യം ഇല്ലെന്നാണ് എന്റെ അർത്ഥം, അല്ലേ? എടി, ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞതേ മനസ്സിന്റെ ഉള്ളിലാണ്, മനസ്സിലായോ? മനസ്സിനുള്ളിലാന്നൊക്കെ പറയാനേ ഒരു കവിത എഴുതുമ്പോ കൊള്ളാം, അല്ലാതെ റിയൽ ലൈഫിൽ അതൊന്നും പറ്റൂല. എടി, എന്താണ് പ്രശ്നം? പറ നീ. ഇപ്പൊ തന്നെ നോക്ക്, നിനക്ക് അമിതാഭ് ബച്ചൻ ഇഷ്ടമല്ലേ? അല്ലേ? അമിതാഭ് ബച്ചനാണെങ്കിൽ എന്നെക്കാൾ ഭംഗിയുണ്ട്, നിറവുണ്ട്, അതെ, നല്ല ഹൈറ്റും ഉണ്ട്. നിനക്ക് അമിതാഭ് ബച്ചനാണ് എന്നെയാണ് കൂടുതൽ ഇഷ്ടം? പറയടി. രവിയേട്ടനെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. എടി, സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ജനിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് സുന്ദരി നീ തന്നെയാണ്. നിന്നെക്കാൾ സുന്ദരിമാരുണ്ടായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച്, എന്റെ കണ്ണിൽ കണ്ടതിൽ ആദ്യം സുന്ദരി ഞാൻ എന്റെ മണിക്കുട്ടി തന്നെയാണ്. ഇതൊക്കെ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞതേ നമ്മളെ കാണുന്ന കണ്ണിന്റെ പ്രത്യേകതയാണ്. നീയാണ് സുന്ദരി. എന്ത്?